തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുവാണ് നമ്മുടെ നാട്ടിൽ ഇന്ന്, കേരളത്തിൽ പ്രത്യേകിച്ചും. ഗവൺമെന്റ് ഉദ്യോഗമാണ് എല്ലാത്തിൻ്റെയും അവസാന വാക്ക്. ഗവൺമെന്റ് ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതം രക്ഷപ്പെട്ടു. ലോട്ടറി അടിച്ചതിനേക്കാൾ മനോഹരമാണെന്ന് ചിന്തിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഉദ്യോഗത്തിനായിട്ട് പഠനത്തിന് ശേഷം ഒരുപാട് വർഷങ്ങൾ വെറുതെ പാഴാക്കി കളഞ്ഞ് ജീവിതം തുറഞ്ഞുപോയ ഒരുപാട് ഉദ്യോഗാർത്ഥികളെ നമുക്ക് കാണാൻ സാധിക്കും. ഡിഗ്രി കഴിഞ്ഞ്, +2 കഴിഞ്ഞ് PSC അതായത് LDC എഴുതാനും ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് എഴുതാനും അതുപോലെ ഏത് ചെറിയ ഒരു ഒഴിവിലേക്ക് പോലും അവർക്ക് ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും PSC അല്ലെങ്കിൽ ഗവൺമെന്റ് ജോബ് എന്നൊരു ഒറ്റ സ്വപ്നത്തിന്റെ പേരിൽ, വേണമെങ്കിൽ ദുസ്വപ്നം എന്ന് കൂടെ പറയാൻ പൗർണമി, അതിന്റെ ഒരൊറ്റ കാര്യത്തിന്റെ പേരിൽ അഹോരാത്രം കഷ്ടപ്പെട്ട് ജീവിതം തുളച്ച ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ ഒരു നാടാണ് നമ്മളുള്ളത്. അതിന് ഏറ്റവും അവസാനത്തെ എക്സാമ്പിൾ ആണ് ഇപ്പോൾ ഈ CPO അതായത് വനിതാ പോലീസ് കോൺസ്റ്റബിൾ ഒഴിവിലേക്ക് നടത്തിയ ആ പരീക്ഷയിൽ ഒഴിവുകൾ നികത്താതെ ആ റാങ്ക് ലിസ്റ്റ് പട്ടിക അത് ഇല്ലാതാവുകയാണ് ഈ മാസം അവസാനം. ഏതാണ്ട് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആ റാങ്ക് ലിസ്റ്റ് പട്ടിക അവസാനിക്കാനായിട്ട്. കഠിനമായ സമരങ്ങളാണ് വനിതകൾ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഏകദേശം 8 ദിവസത്തോളമായിട്ട് അവർ സമരം നടത്തി വരികയാണ്. നമുക്കറിയാം, ഒരു ജോലി എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും സ്വപ്നമാണ്. നമ്മളെല്ലാവരും പഠിക്കുന്നു. ചെറുപ്പം തൊട്ടേ നമ്മൾ കണ്ടുവരുന്നൊരു ശീലമാണ്. ഒരു KG മുതൽ അല്ലെങ്കിൽ LKG അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 അല്ലെങ്കിൽ ഡിഗ്രി പഠനം അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ. അങ്ങനെ പഠനത്തിന് ശേഷം മാത്രമേ നമുക്ക് ജോലി കിട്ടുകയുള്ളൂ. അതെല്ലാം നമ്മൾ പണ്ടാരോ എഴുതി വെച്ചതുപോലെ ഇന്നും നമ്മൾ ഫോളോ ചെയ്തു വരുന്ന പാറ്റേണുകളാണ്. അതിൽ പലർക്കും വിദേശത്ത് പോകാൻ താല്പര്യമുള്ളവരാണ്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന ശമ്പളം അല്ലെങ്കിൽ പൈസ നമുക്ക് ചെലവിനനുസരിച്ചുള്ളൊരു വരുമാനം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പലരും വിദേശങ്ങളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നത്. പക്ഷേ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, അതായത് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഗവൺമെൻറ് ജോലി കിട്ടിയിരുന്നെങ്കിൽ. പക്ഷേ ഈ ഗവൺമെൻറ് ജോലി നേടിയെടുക്കുക അല്ലെങ്കിൽ കിട്ടുക എന്ന് പറയുന്ന പോലെ അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. അതിന് പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്കുകളുണ്ട്. നമ്മൾ എത്ര പഠിച്ചാലും, ഈവൻ നമ്മൾ ഡിഗ്രി കഴിഞ്ഞാലും, +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു ജോബ് ഓറിയൻറ്റഡ് കോഴ്സ് കഴിഞ്ഞാലും ആ തുല്യതയോ അല്ലെങ്കിൽ ആ ക്വാളിഫിക്കേഷനോ ഒന്നും പോരാ. ഒരു ഗവൺമെൻറ് ജോലി വേണമെങ്കിൽ നമ്മൾ വീണ്ടും പഠിക്കണം, വീണ്ടും ജനറൽ നോളജ് നമുക്ക് വേണം, അടിസ്ഥാനപരമായ എല്ലാ വിഷയങ്ങളെ പറ്റിയുള്ള ധാരണ വേണം. ഇതെല്ലാം നേടിയെടുത്ത് ഉറക്കളച്ചും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും ഒക്കെ നടത്തി ഓരോ തസ്തികയിലേക്കും നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള പരീക്ഷകൾ എഴുതി നമ്മൾ പാസ്സായി റാങ്ക് ലിസ്റ്റ് വെയിറ്റ് ചെയ്ത് ഇന്ന് കിട്ടും ജോലി, നാളെ കിട്ടും ജോലി എന്ന് പറഞ്ഞ പ്രതീക്ഷയുടെ മുൾമുരയിൽ നമ്മളെ വർഷങ്ങളോളം നിർത്താനുള്ളൊരു കെൽപ്പോ അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി കൂടി ഈ ഗവൺമെന്റ് ജോലിക്കുണ്ട്. കിട്ടിയാൽ കിട്ടി എന്ന് മാത്രമേ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷേ വൺസ് അത് കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് സെറ്റാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരിയുമാണ്. പക്ഷേ അത് പ്രതീക്ഷിച്ച് ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച് അല്ലെങ്കിൽ ജീവിതം തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ അധികം ആളുകളെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ചാരിക, ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ എല്ലാവരും പൊട്ടന്മാരാണോ അല്ലെ ആരെയാണ് വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നൊരു തോന്നൽ എനിക്കാണെങ്കിലും ഉണ്ടാവുന്നുണ്ട്. ശരിക്കും അല്ലേ? ശരിക്കും പൗർണമി 100% കറക്റ്റ് ആണ് പൗർണമി പറഞ്ഞു. വേറൊന്നും കൊണ്ടല്ല, വെറും പൊട്ടന്മാരാണ്. PSC എക്സാംസ് എഴുതുന്ന ഓൾമോസ്റ്റ് 100% വിദ്യാർത്ഥികളും 100 പറഞ്ഞില്ലെങ്കിൽ ഒരു 80% ആൾക്കാരും പൊട്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഈ സർക്കാരിന്റെ അധികാരം, നമ്മൾ ഏത് സർക്കാരും ആയിക്കോട്ടെ, നമ്മൾ ഈ സർക്കാരിന്റെ അധികാരത്തിൽ ഇരിക്കെ ഒരു പരീക്ഷ നടത്തിയിരുന്നു. അതായത് ആണുങ്ങളുടെ കോൺസ്റ്റബിൾ തസ്തിക പോലീസ് നികത്താൻ വേണ്ടി ഒരുപാട് ആയിരക്കണക്കിന് ഒഴിവുള്ളപ്പോഴാണ് അത് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ 1, 2 റാങ്ക് വന്ന ആൾക്കാർ ലോക ക്രിമിനൽസ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അവന്മാരെ കൊണ്ട് പരീക്ഷ എഴുതിച്ചപ്പോൾ അവർക്കൊരു മുട്ട പോലും അറിയാൻ പാടില്ല. ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് നടത്തുന്ന, എനിക്കൊന്ന് നീറ്റ് എക്സാമിന് പോലും ഇല്ല അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് നടത്തുന്ന ഈ PSC എക്സാമിന്റെ 1ാമത്തെ റാങ്ക് ലിസ്റ്റിൽ എങ്ങനെയാണ് ക്രിമിനൽസ് കടന്നുകൂടിയെന്ന് ചോദിച്ചാൽ ഇന്നും സർക്കാരിനും PSCക്ക് ഉത്തരവില്ല. എനിക്ക് പേഴ്സണലി അറിയാം. ഞാൻ കുറേ നാൾ ഈ PSC എഴുതാൻ വേണ്ടി ഈ ഒക്കെ ഫീൽഡിൽ വരുന്നതിന് മുമ്പ് ഞാൻ എല്ലാ പണിയും ചെയ്തിട്ടുണ്ട്. ഞാനൊരു 6-7 വർഷം 6-7-8 വർഷം ഞാൻ PSC പഠിക്കാൻ പോയ ഒരാളാണ്. എൻ്റെ ഡിഗ്രി കഴിഞ്ഞ കാലം തൊട്ട് ഒരു 28-29 വയസ്സ് വരെയും ഞാൻ ഈ എക്സാംസ് എല്ലാം എഴുതിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല. അത് ഞാൻ പഠിക്കാഞ്ഞിട്ടാണ്. 50% മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ എന്നോടൊപ്പം പഠിച്ച ആർക്കും തന്നെ കിട്ടിയിട്ടില്ല. 100 പേര് എന്നോടൊപ്പം പഠിച്ചിട്ടുണ്ടെങ്കിൽ 1-2 പേർക്ക് മാത്രമാണ് PSC പരീക്ഷ എഴുതി അവർ LDCക്ക് എഴുതുന്നെങ്കിൽ അവർക്ക് കിട്ടുന്ന ലാസ്റ്റ് ഗ്രേഡ്, UD എഴുതുന്നവർക്ക് LD, അങ്ങനെ അവർ പഠിക്കാഞ്ഞിട്ടല്ല. അവർ ഏറ്റവും നല്ല രീതിയിൽ ഈ റീസണിങ്ങും മാത്തമാറ്റിക്കൽ എബിലിറ്റിയും ഒക്കെ കഴിഞ്ഞിട്ടാണ് അവർ ഈ എക്സാംസ് എല്ലാം എഴുതുന്നത്. റാങ്ക് ലിസ്റ്റിൽ വരുന്നു, ആദ്യത്തെ 100 റാങ്കിൽ വരുന്നു, ആദ്യത്തെ 200 റാങ്കിൽ വരുന്നു, എന്നിട്ട് നമുക്ക് നിയമനമില്ല. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് PSC സുതാര്യമേ അല്ല. നമ്മുടെ നാട്ടിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഇതുപോലെ അഴിമതി നിറഞ്ഞ ഒരു സംവിധാനമാണെന്ന് പറയേണ്ടി വരും. പിൻവാതിൽ നിയമനം അവിടെ വളരെ
ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അവിടെ നടക്കുന്നുണ്ട്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് റാങ്ക് ലിസ്റ്റിൽ വന്ന ഈ പെൺകുട്ടികൾ. ആ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ കിടന്ന് മുട്ടയിലെഴയുകയും കല്ലുപ്പിൽ നിൽക്കുകയും നിരാഹാര സത്യാഗ്രഹം കിടന്ന് മരിക്കാൻ പരുവായി കിടക്കുകയും ചെയ്യുന്നതിന്റെ കാരണം സർക്കാരും PSC യുമാണ്. കാരണം എന്തിനാണ് പിന്നെ വിജ്ഞാപനം പുറപ്പെടുവിച്ച് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങനെ അർദ്ധരാത്രി ഉറക്കം ഒളിപ്പിച്ച് ഭക്ഷണം കഴിക്കാതെ? ഓക്കെ, ഇവർ റാങ്ക് ലിസ്റ്റ് വന്നാൽ മാത്രം പോരാ, ഈ പോലീസ് സർവീസിലേക്ക് കയറണമെങ്കിൽ ഫിസിക്കലി കൂടെ പാസ്സാവണ്ടേ? ഫിസിക്കല് പാസ്സായി കഴിഞ്ഞാൽ പണ്ടൊക്കെ ഫിസിക്കല് പാസ്സായി കഴിഞ്ഞാൽ നിയമനം കിട്ടുന്ന തുല്യമാണ്. അവരും അങ്ങനെ തന്നെയാണ് ആഗ്രഹിച്ചത്. പക്ഷെ കാലം മാറിപ്പോയി കുട്ടികളെ, നിങ്ങളത് മനസ്സിലാക്കാൻ വൈകിപ്പോയി. ഇവരൊന്നും നിങ്ങൾക്ക് നിയമനം ഒന്നും തരാൻ പോകുന്നില്ല. കാരണം ഇവരുടെ പിൻവാതിലൂടെ ഒരുപാട് ആൾക്കാർക്ക് കോഴ കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് 630 ഒഴിവുകൾ, അതായത് വിവരാവകാശം വെച്ച് അവരെടുത്തിരിക്കുന്ന 600ഓളം ഒഴിവുകളാണ്. ആ ഒഴിവിൽ 200 മാത്രമാണ് നികത്തിയിരിക്കുന്നത്. ഇപ്പോൾ അവിടെ സമരം ചെയ്യുന്ന പലരും 400 റാങ്കിൽ താഴെയുള്ളവരാണ്. ദെൻ വൈ ഡിഡ് യു, അത് എന്തുകൊണ്ടാണ്, ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞു അറിയാതെ നമ്മോട്ടാകുമ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞു പോകും, പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ഇതിന് മറുപടി എന്തുകൊണ്ടാണ് പറയാത്തത്? ആ കുട്ടികൾ പറയുന്നത് ഞങ്ങൾ സർക്കാരിനോട് സമരം ചെയ്യുകയല്ല, ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ഞങ്ങൾക്കൊരു ജീവിതം കാണിക്കാൻ. മിക്കവരും അവർ പറയുന്നത് അപ്പർ മിഡിൽ ക്ലാസ്സോ ഫാമിലിയിലോ ആരും ഇന്ന് പരീക്ഷയൊന്നും എഴുതുന്നില്ല. ഇതുകൊണ്ട് അവർക്ക് മടുത്തു, അവരെല്ലാം വിദേശത്തേക്ക് പോവാണ്. പിന്നെയും കുറച്ചുകൂടെ താഴെയുള്ള ലോവർ ക്ലാസ് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആൾക്കാരാണ് ഇന്ന് ഈ പറയപ്പെടുന്ന കൂലിപ്പണിക്കാരൻ്റെയും വർക്ക്ഷോപ്പ് ജോലിയുള്ള ആൾക്കാരുടെയും പെയിന്റിംഗ് തൊഴിലാളിയുടെയും മേസ്ത്രി പണിക്കാരൻ്റെയും ഒക്കെ മക്കളാണ് ഇന്ന് PSC എഴുതി എങ്ങനെയെങ്കിലും ഒന്ന് കയറി പറ്റണം, ജീവിതം ഒന്ന് കരിപ്പിടിപ്പിക്കണം, അച്ഛനെ അമ്മയെ ഒന്ന് രക്ഷിക്കണം എന്ന് ചിന്തിക്കുന്ന കുട്ടികളാണ് ബഹുഭൂരിപക്ഷം അതിനകത്തുള്ളത്. ഇവൻ കല്യാണം പോലും കഴിക്കാതെ 30 വയസ്സായിട്ടും ജോലി കിട്ടിയിട്ട് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് കല്യാണം കഴിച്ച കുട്ടികളുണ്ട് അതിനകത്ത്. റാങ്ക് ലിസ്റ്റ് വന്ന് ഫിസിക്കലും പാസ്സായി കഴിഞ്ഞാൽ വിവാഹം കഴിച്ചത്, എന്നിട്ടും ജോലിയില്ല, അഡ്വൈസും മെമ്മോയും കാത്തിരുന്ന അവർക്ക് ജോലിയില്ലെന്ന് പറയുമ്പോൾ എന്ത് കണ്ണിച്ചോര ഇല്ലായ്മയാണ് നമ്മുടെ സർക്കാർ കാണിക്കുന്നത്, അല്ലെ? ഇതിന് മറുപടി പറയണ്ടേ സർക്കാർ? ഈ 8 ദിവസമായിട്ട് ഇവര് സമരം നടത്തുകയാണെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. എത്രയെത്ര സമരങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലെ നടക്കുന്നത്. അതായത് സ്വന്തമായിട്ട് അധ്വാനിച്ച് നേടിയ ഒരു ജോലിക്ക് വേണ്ടി വീണ്ടും സ്ട്രഗിൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്തൊരു അവസ്ഥയാണിത് ശരിക്കും. എല്ലാവരും എല്ലാ കാര്യങ്ങളിലും ഭയങ്കര തിരക്കാണ്. നമ്മുടെ നാട്ടിൽ കടം തീരുന്നില്ല, കടം വാങ്ങുന്നതിന് അല്ലെങ്കിൽ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കാൻ, തൊഴിലില്ലായ്മ അകറ്റാൻ എന്ന് വേണ്ട എങ്ങോട്ട് തിരിഞ്ഞാലും പദ്ധതികളും പ്രഖ്യാപനങ്ങളും മാത്രമേ ഉള്ളൂ. ഇത്രയും പദ്ധതികളും പ്രഖ്യാപനങ്ങളും എല്ലാം നടക്കുമ്പോഴും സൈഡിൽ കൂടെ സ്വന്തം അവകാശത്തിനായി അല്ലെങ്കിൽ സ്വന്തം ജോലി നമ്മൾ അധ്വാനിച്ച് നേടിയെടുത്ത ജോലിക്ക് വേണ്ടി സമരം നടത്തുന്ന ആ ഒരു അവസ്ഥ ഇന്ന് ഒരു സ്ത്രീ സംസാരിക്കുന്നത് കേട്ടു. അതായത് അവരുടെ ഭർത്താവിനെയും അമ്മയും അച്ഛനെയും കുഞ്ഞിനെയും ഒക്കെ വിട്ടിട്ടാണ് ഈ സമരത്തിന് വന്നിരിക്കുന്നത്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊരു അവസ്ഥയാണിത്. ഇതൊന്നും കാണാൻ ഇവിടെ ആരുമില്ലേ ശാരിക? ശരിക്കും ആളുകൾ ഇവിടെ അല്ലെങ്കിൽ പിന്നെ ഇവർ ഈ നിയമനം അല്ലെങ്കിൽ ഈ ഒരു രീതി എടുത്തു മാറ്റണം. ഓക്കെ, ഇത്ര ആളുകൾക്കേ കിട്ടുള്ളൂ, അത് ഇന്ന വഴിയാണ് വരേണ്ടത്. പലപ്പോഴും പക്ഷെ പറയും പിൻവാതിൽ നിയമനം ഇവിടെ ഇല്ല, ഇവിടെ എല്ലാം സുതാര്യമായിട്ട് എല്ലാം ട്രാൻസ്പെറന്റ് ആയിട്ടാണ് നടക്കുന്നത്. പരീക്ഷ എഴുതി മാർക്ക് ഉള്ളവർക്ക് റാങ്ക് ലിസ്റ്റ് പ്രകാരം അതിനനുസരിച്ചുള്ള നിയമനം ലഭിക്കും. പക്ഷെ സ്റ്റിൽ ഇന്ന് ഈ സംസാരിച്ചവർ തന്നെ പറയുന്നു ഇതിനുശേഷം ഇവരുടെ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം എക്സാം എഴുതിയവർക്കുള്ള നിയമനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉത്തരവ് വരാൻ നിൽക്കുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നു ന്യായമായൊരു ചോദ്യം, ഞങ്ങൾ ആദ്യ ലിസ്റ്റിലുള്ള ഇത്രയും പേർക്ക് ജോലി നൽകാതെ എങ്ങനെ അടുത്ത ലിസ്റ്റിലുള്ളവർക്ക് ജോലി കൊടുക്കും? അപ്പോൾ ഇവർ ചോദിക്കുമ്പോൾ വേക്കൻസി ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ അവർക്കായിട്ട് വേക്കൻസി ഒഴിഞ്ഞു കിടക്കുന്നു. സ്വാഭാവികമായിട്ടും അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾ തോന്നുന്ന ഒരു സംശയം നമുക്കും തോന്നിപ്പോകുന്നു. ആ കുട്ടി ചോദിച്ച ചോദ്യത്തില് ശരിക്കും വാലിഡിറ്റി ഉണ്ട്. എങ്ങനെ ഇവർക്ക് കൊടുക്കാത്ത ജോലി പുറകെ ഉള്ളവർക്ക് എങ്ങനെ കൊടുക്കും? അവരുടെയൊക്കെ ഇനി സമയം കഴിയാൻ അധിക ദിവസമില്ല. ഇതിനൊക്കെ പ്രായപരിധി ഉണ്ടല്ലേ ശാരിക? ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് ചർച്ച ചെയ്യുന്നതല്ലാതെ ഈ പറയുന്ന മേലാളന്മാരും എന്തിനൊന്നും കണ്ണു തുറക്കില്ല. കാരണം ആ കുട്ടികൾ തന്നെ പറയുന്നുണ്ട് സെക്രട്ടറിയിലൊന്നും ആരുമില്ല, എല്ലാവരും സമ്മേളനത്തിനും മറ്റതിനോ മറിച്ചതിനോ പോയിരിക്കുവാണ്. പക്ഷേ മാധ്യമപ്രവർത്തകരോടാണ് നന്ദി പറയുന്നത്, നിങ്ങളിത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, നാട്ടുകാരെങ്കിലും ഇത് കാണുന്നുണ്ടല്ലോ, ഞാൻ അപേക്ഷിക്കുകയാണ്. ഓരോ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കാണണം. കാരണം എനിക്കറിയില്ല എത്ര പേർക്ക് ഇത് മനസ്സിലാവുമെന്നുള്ളത്. കാരണം PSC പഠിക്കുന്ന അഹോരാത്രം പഠിക്കുന്ന, അതായത് കുഞ്ഞുങ്ങളെ ഒക്കത്ത് വെച്ച് ഉറക്കിക്കൊണ്ട് പഠിക്കുന്ന അമ്മമാരെ എനിക്കറിയാം. എത്രയോ ഈ ആൾക്കാർ, ആൺകുട്ടികളും പെൺകുട്ടികളും വേറെ ഒന്നിനും പോകാതെ ഈ ഗ്രൂപ്പായിട്ടൊക്കെ കൂടി, ഞങ്ങളുടെ നാട്ടിലൊക്കെ മുഹമ്മ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ചേർത്തലൊക്കെ പറഞ്ഞാൽ രാത്രി ഉറക്കം ഉളച്ചിരുന്ന് ഈ വായനശാലകളിലൊക്കെ ഇരുന്ന് കുഞ്ഞുങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് സ്വയം കോച്ചിങ് ചെയ്യാൻ പോകാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് കോച്ചിങ് സ്വന്തമായിട്ട് ഒരു ഗ്രൂപ്പോട് കൂടി ചെയ്ത് അങ്ങനെ പഠിക്കുന്ന ആൺകുട്ടികളേറെ. ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥരുള്ള ഒരു നാടാണ് മുഹമ്മ, ഞങ്ങളുടെ ഏരിയയിലൊക്കെ ചേർത്തല, കാവുങ്കൽ എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങൾ, ആലപ്പുഴ ജില്ലയിൽ. പക്ഷേ ഇന്ന് അത് അന്യം നിന്നു പോവുകയാണ്. പുതിയൊരു തലമുറയ്ക്ക് സർക്കാർ ജോലി കിട്ടുക എന്ന് പറയുന്നത് ഒരു ദുസ്വപ്നമായി മാറിയിരിക്കുന്നു. കാരണം പഠിച്ചാൽ ജോലി കിട്ടുമെന്നായിരുന്നു PSCയുടെ ഒരു ടാഗ് ലൈൻ. പഠിക്കുന്ന ആർക്കും ജോലി കിട്ടും. നമുക്ക് ജോലി കിട്ടാത്തപ്പോൾ നമ്മുടെയൊക്കെ വീട്ടുകാർ പറയും നീ ഒന്നും പഠിക്കത്തില്ല, നീയൊക്കെ പണത്തിന്റെ ഹുങ്കിൽ നടക്കുന്നവരാണ്, നിനക്കൊക്കെ ഒരു കുറവും ഇല്ലാത്തതുകൊണ്ടാണ് നീ ഒന്നും PSC പഠിക്കാതെ. നീ ഒന്ന് PSC പഠിച്ച കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര റെസ്പെക്ട് കൊടുക്കണം, അവർ അത്രയും പഠിച്ചിട്ട് ആണ്. ശരിയാണ്, നമ്മളൊന്നും അത്രയും നന്നായിട്ട് PSC പഠിച്ചില്ല, PSCക്ക് പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എന്നോടൊപ്പം തന്നെ 50-50
എല്ലാ എക്സാംസിനും, അതായത് പരിശീലന പരിപാടിയിൽ എല്ലാ എക്സാംസിനും 50 മാർക്ക് മേടിക്കുന്ന അതേ ക്വസ്റ്റ്യൻസ് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ട് ഒരു നെഗറ്റീവ് മാർക്ക് പോലും ഇല്ലാതെ മേടിച്ച് എന്തായാലും എനിക്ക് ആദ്യത്തെ 10 റാങ്കിനുള്ളിൽ ആദ്യത്തെ 50 റാങ്കിനുള്ളിൽ ഞാൻ വരുമെന്ന് ഉറപ്പിക്കുന്ന കുട്ടികൾക്ക് പോലും നിയമനമില്ല. ഇതെങ്ങനെ സംഭവിക്കുന്നു? വേറൊന്നുമല്ല, പൗർണമി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇതാണ്. പിൻവാതിൽ നിയമനം തകൃതയായിട്ട് നടക്കുന്നതുകൊണ്ടാണ്. പുറമെ അതായത് നോർമലി സ്ട്രെയിറ്റ് ആയിട്ട് കയറുന്ന കുട്ടികൾക്ക് നിയമനമില്ലാത്തത്, അല്ലാതെ വേറെന്താണ്? ഒരുപക്ഷെ ഈ 620 ഒഴിവുകളിൽ 600 അവർ നികത്തി കാണും. 200 കണ്ണി പൊടിയിടാൻ വേണ്ടി അഡ്വൈസ് മെമ്മോ അയച്ചിട്ടുണ്ട്. ബാക്കി 400 ഓരോ എത്രയോ ലക്ഷങ്ങൾ രൂപ വെച്ച് പോക്കറ്റിലാക്കിക്കൊണ്ടാണ് ഈ പറയപ്പെടുന്ന ആൾക്കാർ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇവർ വാതുറക്കട്ടെ. എന്താണ് തൊഴിൽ വകുപ്പ് മന്ത്രി വാതുറക്കാത്തത്? എന്താണ് മുഖ്യമന്ത്രി വാതുറക്കാത്തത്? ഇപ്പൊ ആശമാരുടെ സമരം, അതിനും വാതുറപ്പൊന്നുമില്ല. ഇപ്പൊ ഉദ്യോഗാർത്ഥികൾ, അവര് പെൺകുട്ടികൾ പൊരി വെയിലത്തിരുന്ന് അവിടെ ചാകപ്പരുവ. ഇനി മണ്ണെണ്ണ ഒഴിച്ച് അവർ ആത്മഹത്യ ചെയ്യുന്ന സിറ്റുവേഷനിൽ ഇവരെത്തിക്കുവോ? സത്യത്തിൽ എനിക്ക് ഭീതി തോന്നുന്നു പറഞ്ഞു. കാരണം തൊഴിലില്ലായ്മ രൂക്ഷമാണോ? നമ്മുടെ നാട്ടിൽ എല്ലാവരും വിലപിക്കുന്ന പോലെ കുട്ടികളെല്ലാം നാട് വിട്ടു പോകുന്നു. അന്യനാടുകളിൽ പോയി പട്ടിയെ പോലെ പണിയെടുക്കുന്നു. വീട് കടമാക്കിക്കൊണ്ട് അന്യനാടുകളിൽ പോയി പട്ടിണി കിടക്കുന്നു ജോലിക്ക് വേണ്ടിയിട്ട്, കാശിന് വേണ്ടിയിട്ട്. പക്ഷെ നാട്ടിൽ നമ്മൾ എന്താണ് അവരോട് ചെയ്യുന്നത്? അവരെ നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ പറ്റും? ഇതല്ലേ PSC കാണിക്കുന്നേ? അതെ, തീർച്ചയായും. അതായത് പുറത്തേക്ക് വിടുന്നതിൽ അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യുന്നതിൽ കൺട്രോൾ വേണം. എല്ലാ ഏജൻസികൾക്കും അപ്രൂവൽ കൊടുക്കരുത്. അല്ലെങ്കിൽ ഏജൻസികൾ വളരെ കൂടുതലായിട്ട് എണ്ണത്തിൽ വർധനവ് വരുന്നു എന്നൊക്കെ ഭയങ്കര കാര്യമായിട്ട് എല്ലാവരും പ്രസംഗിക്കുന്ന കുറച്ച് നാളുകൾ മുമ്പ് കേട്ടു. ഇല്ല, ഏജൻസികൾ കുറയും, കുട്ടികൾ പോകുന്നതും കുറയും. പക്ഷെ അതിനുള്ള സാഹചര്യം നമ്മുടെ സ്വന്തം നാട്ടിൽ ഒരുക്കി കൊടുക്കേണ്ടി വരും. പക്ഷെ അതൊന്നും പറ്റില്ല. എല്ലാവർക്കും പഠിക്കാം, പരീക്ഷ എഴുതാം, നിയമന ഉത്തരവും തരാം. പക്ഷേ നിങ്ങൾക്ക് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ശമ്പളം തരാനോ ഞങ്ങൾക്ക് പറ്റില്ല എന്ന നയം മാറ്റിപ്പിടിക്കാതെ ഇവിടുത്തെ യാതൊരുവിധ കാര്യങ്ങളും ശരിയാവാൻ പോകുന്നില്ല. ഇപ്പോൾ ശാരിക ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഇവര് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇത്രയും ദിവസം ആശാ വർക്കർമാർ, അല്ലെങ്കിൽ നാളെ ഇനിയും വരും ഇതുപോലുള്ള ആളുകൾ. അപ്പോൾ എന്നും ഇവിടെ ഇങ്ങനെ കുറേ സമരവും കുറേ തൊഴിലില്ലായ്മയും കുറേ ബുദ്ധിമുട്ടും ദാരിദ്ര്യവും മാത്രം മതിയോ? ശരിക്കും എത്രയോ കുടുംബങ്ങളിലെ പ്രതീക്ഷകളാണ് ഇവിടെ വന്നിങ്ങനെ കാത്തുകെട്ടി കിടക്കുന്നത്. എത്രയോ ആളുകളുടെ സമയമാണ് ഇല്ലാതാക്കുന്നത്. ശരിക്കും ജോലി കൊടുക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ അവർ വേറെ പണിക്ക് പോകും. ഈ കുത്തിയിരുന്ന് ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ഒരു മനുഷ്യന്റെ ഓരോ മിനിറ്റിനും വിലയുള്ളതാണ്. അല്ലാതെ അധികാരത്തിലിരിക്കുന്നവന്റെ സമയത്തിനൊരു വില, പാവപ്പെട്ടവനൊരു വില, ജോലി ചെയ്യുന്നതിന് ഒരു വില, അങ്ങനെയല്ല. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അത് സമയം മാത്രമാണ്. അത് എല്ലാവർക്കും ഒരുപോലെ ഈക്വൽ ആയിട്ടുള്ളതാണ്. കഷ്ടപ്പെട്ടു ഉറക്കളച്ചും പഠിക്കുന്നവനെ അറിയുള്ളൂ. ആ അധ്വാനിച്ചുണ്ടാക്കിയ ജോലി കൈ കിട്ടാതെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ആ രീതിയിൽ. അല്ലാതെ നമ്മൾ കുറേ രാഷ്ട്രീയം കളിച്ചും അല്ലെങ്കിൽ കുറേ പൊസിഷനിലിരുന്നും പദവി ചോദിച്ചു മേടിച്ചും അല്ലെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങുന്നവനൊന്നും ആ ബുദ്ധിമുട്ട് അറിയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ സമരം ചെയ്യുന്ന ഇവർക്കെല്ലാം നീതി കിട്ടണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭരണകൂടം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആരാണോ അവർക്ക് നീതി നേടിക്കൊടുക്കാൻ വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്യട്ടെ. ഈ കഷ്ടപ്പെട്ട് സമരത്തിലിരിക്കുന്ന എല്ലാവർക്കും അവർ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.